2025 ജൂബിലി വർഷത്തിൽ ക്രിസ്മസിനായിട്ട് ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ ഇന്ന് പൂജരാജാക്കന്മാരുടെ വരവുമായി ബന്ധപ്പെട്ടുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. 3 സമ്മാനങ്ങളുമായിട്ട് വരുന്നേ കയ്യില്. യേശു രാജാവാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിക്കാൻ വരുന്ന പൂജരാജാക്കന്മാരുടെ കയ്യിലിതാ സ്വർണം, ഈശോ രാജാവാണെന്ന് പ്രഘോഷിക്കുന്ന സമ്മാനം. കുന്തിരിക്കം, ഈശോ പുരോഹിതനാണ്, ബലി അർപ്പിക്കാനുള്ളവനാണ്, ബലി വസ്തുവാണെന്ന് പ്രഘോഷിക്കുന്ന സമ്മാനം. നീറ, നമുക്ക് വേണ്ടി മാനവകുലത്തിന് വേണ്ടി മരിക്കാനുള്ളവനാണെന്ന് പ്രഘോഷിക്കുന്ന സമ്മാനം. ഈ സമ്മാനങ്ങളുമായിട്ട് പൂജരാജാക്കന്മാര് യേശുവിനെ തേടി നടക്കുകയാണ്. ഈ തേടി നടപ്പിലേക്കാണ് എൻ്റെ ചിന്ത കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നിങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഈശോയെ തേടി നടക്കുന്നവരാകണം. അന്ന് ഈശോ ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ചു, പരസ്യജീവിതം നടത്തി, കാൽവരിയിൽ മരിച്ചു, ഉത്ഥാനം ചെയ്തു 3-ാം നാൾ. ഉത്തിതനായ ഈശോ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്, എൻ്റെ ഉള്ളിലുണ്ട്. ഈ എളിയവരിൽ ഒരുവനെ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്ത് ചെയ്തുകൊണ്ട് പാവപ്പെട്ട വ്യക്തികളുടെ ഉള്ളിൽ യേശുവുണ്ട്. അവന്റെ മുഖത്ത് ഉത്തിതനായ യേശുവിന്റെ രൂപം കാണാൻ എനിക്ക് സാധിക്കണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട്, തിരുവോസ്തിയിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ട്, യുഗാന്ത്യം വരെ നിങ്ങളുടെ ഉണ്ടായിരിക്കുമെന്ന് അല്ല ചെയ്തൊരു സഭയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഈ സാന്നിധ്യങ്ങളൊക്കെ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കണം. അതൊക്കെ ധ്യാനിക്കേണ്ട ദിവസങ്ങളാണ് ഈ 25 ദിവസങ്ങൾ. നമുക്ക് എന്തുമാത്രം അവബോധമുണ്ട്. പാവപ്പെട്ട ഒരാള്, ആവശ്യനായ ഒരു വ്യക്തി, ആ വ്യക്തിയെ കാണുമ്പോൾ അവനിൽ യേശുവിനെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനൊരു ക്രൈസ്തവനല്ല. ജാതിയും മതവും നോക്കാൻ പാടില്ല. ഒരു ജാതിയും മതവും നോക്കാതെ ആവശ്യനായ ഒരു വ്യക്തിയെ കാണുമ്പോൾ അവന്റെ മുഖത്ത് യേശുവിന്റെ മുഖം കാണാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാനൊരു ക്രൈസ്തവനല്ല. നിങ്ങൾ റോട്ടിൽ കൂടെ പോവാണ്, അല്ലെങ്കിൽ നമ്മൾ റോട്ടിൽ കൂടെ പോവാണ്, ഒരു കപ്പേള കാണുന്നു, കർത്താവിന്റെ രൂപം കാണുന്നു, നമ്മൾ വേഗം പിതാവിന് പുത്രൻ വയ്ക്കും. ഈശോയുടെ സാന്നിധ്യം മനസ്സിലേക്ക് കൊണ്ടുവന്നു. ആ കപ്പേലയുടെ പടിക്ക് ആ നടയില് ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നുണ്ട്. അവനെ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. അത് ഒറിജിനൽ യേശുവാണ്, മറ്റേത് യേശുവിന്റെ രൂപമാണ്. ഈശോ പറഞ്ഞു, ഈ എളിയവരിൽ ഒരു ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഈശോ ഹി ഐഡന്റിഫൈഡ് ഹിംസെൽഫ് വിത്ത് ദ പൂർ. There's no doubt. If I can't see Jesus in him, I am not a Christian. ഈ തിരിച്ചറിവ് ഇന്ന് നന്നായിട്ടുണ്ടാകണം. യേശുവിനെ തേടി നടക്കുന്ന പൂജരാജാക്കന്മാരെ പോലെ നമ്മുടെ സമൂഹത്തില് അവശരിൽ വസിക്കുന്ന യേശുവിനെ തേടി നടക്കുന്നവരായി നാം തീരണം, മാറണം. അവരെ സഹായിച്ചുകൊണ്ട് അന്ത്യവിധിവാക്യത്തിൽ ഈശോ പറയുന്നുണ്ടല്ലോ, എനിക്ക് വിശന്ന് എനിക്ക് ഭക്ഷണം തന്നോ, ദാഹിച്ചു കുടിക്കാന്നോ. അതാണ് അന്ത്യവിധിവാചകം. ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാവുന്ന രീതിയിൽ ഒരുങ്ങാൻ ഈ 25 ദിവസങ്ങൾ നമുക്ക് പരിശ്രമിക്കാം. തേടി നടക്കുന്ന യേശുവിനെ തേടി നടക്കുന്ന പൂജരാജാക്കന്മാരോടൊപ്പം നമുക്ക് നടക്കാം. സമൂഹത്തിൽ അവശരായ വ്യക്തിയിൽ വസിക്കുന്ന യേശുവിനെ തേടിക്കൊണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.